Good afternoon, miss. Good afternoon. Good afternoon, Good miss. afternoon, miss. Good afternoon, Miss. Good afternoon. Good afternoon, miss. Good afternoon. ഓക്കെ, വളരെ കുറവ് പേരാണല്ലോ. സ്കൂളൊക്കെ തുറന്നുകൊണ്ടായിരിക്കും അല്ലേ? കുറെ പേരൊക്കെ സ്കൂളിലാണ് ഇപ്പോ. ഓക്കെ, അത് വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ ക്ലാസ്സിൽ കുറച്ച് പേരെ കാണുമ്പോൾ ഒരു ഓക്കെ. സോ പ്ലീസ് പ്രെയറിന് റെഡി ആയിട്ട് ആരാളുള്ളത്? ഞാൻ ചെയ്യാം മിസ്. യെസ് പ്ലീസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ വഴിയിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, വെരി നൈസ്. കോവിഡ് സമയത്ത് ഭയങ്കര എല്ലാവരുടെയും മനസ്സിൽ നിന്നിരുന്നൊരു പാട്ടാണല്ലേ. ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ചേർന്നിട്ട് പാട്ട് പാടുന്ന കസിൻസ് ഉണ്ടായിരുന്നു രണ്ടുപേര്. അവര് നല്ലപോലെ പാട്ട് പാടി, ബാക്കി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഓക്കെ ഫൈൻ. സോ വാട്ട്സ് നെക്സ്റ്റ്? നിങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. യൂസ് ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങൾക്കാണ് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ പ്ലീസ് എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? നമുക്ക് ലാസ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നില്ലേ? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കഴിഞ്ഞ എക്സാം ടേം 1 പാർട്ട് 1 ആൻഡ് 2 എക്സാം എല്ലാം എഴുതി? എന്തോ സിമ്പിൾ ആയിരുന്നു എക്സാം, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് എനിക്ക് 31ന്റെ ആൻസർ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല. മിസ്സിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റി. 31ാമത്തെ ആൻസർ മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആണല്ലേ? ഓക്കെ ഓക്കെ. അത് ഇടയ്ക്ക് ചില കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കും പരീക്ഷ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പേ. ഇതല്ല, വേറെ പല പല ബാച്ചിന്റെ എക്സാംസ് വന്നപ്പോൾ പക്ഷെ എനിക്കും ഇത് പറ്റുന്നില്ല. അപ്പൊ ഞാനോട് എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും പ്രശ്നമായിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് ഇൻഫോം ചെയ്തപ്പോൾ ടെക്നിക്കൽ ടീമിൽ നിന്ന് അവരും പറഞ്ഞു ഇങ്ങനെ പല കുട്ടികളും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതൊന്ന് നമ്മളെന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. 31 ക്വസ്റ്റ്യൻ അല്ലേ? എനിക്ക് സബി ഒരു പ്രാവശ്യം കൂടെ ഒരു റിമൈൻഡ് അയക്കണേ. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പോ ഈ ഒരു ലെസണും 10th ലെസണും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ 1 കഴിയും. നമ്മൾ എവിടം വരെയായിരുന്നു എന്ന് പറയാമോ? അപ്പോഴേക്ക് ഷെയർ ചെയ്യാം. Freedom from competition.
മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ കുട്ടികളെ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഫ്രീഡത്തെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു ഗ്രോ, ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലൗഡ്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. അപ്പോൾ മറിയാം മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടികൾക്ക് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നായിരുന്നു പറഞ്ഞത്. അല്ലാതെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം ആ ഒരു രീതിയിലല്ല. ദേ ആർ എൻജോയിങ് ദാറ്റ്. അവരത് എൻജോയ് ചെയ്യുന്നു. അവർ പറയുന്നത് ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. അതാണ് അവരെ സംബന്ധിച്ച് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ആണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. അതാണ് അല്ലേ? ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നിങ്ങളെ 6th ബാച്ചിന്റെ ഒപ്പം അങ്ങ് മെർജ് ചെയ്താലോ? കുറച്ചുകൂടെ ആളുകൾ ഉണ്ടാവും. സെയിം ടൈം തന്നെയാ, 1:30 തന്നെയാ. ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ പോർഷൻ തീർന്നോ? ഇനി എന്റെ പോർഷൻ മാത്രമാണോ തീരാനുള്ളത്? ആണോ? ആതിര മിസ് ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മറ്റേ 6നും ഇതേപോലെ തന്നെ നിങ്ങളുടെ അതേ ഇത് തന്നെയാണ്. കാരണം വെച്ചാല് എന്തായാലും 1:30 തന്നെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഡേയ്സും കുറയും, നിങ്ങൾക്ക് മറ്റു ആക്ടിവിറ്റീസ് ചെയ്യാനും പഠിക്കാനും സമയം കിട്ടും. നമുക്ക് സെയിം സാധനം തന്നെയാണ്. അപ്പൊ ഒരേ ക്ലാസ് ഓക്കെ ആണോ? അതിന് എന്തായാലും PG അങ്ങനെ കമ്പൈൻ ക്ലാസ് അല്ലേ? അവിടെയും ഏകദേശം 30-35 കുട്ടികളാണ്. നമ്മൾ രണ്ടുപേരും കൂടെ കൂടി പിടിക്കും, കുറച്ചുകൂടെ ഒന്നൊരു ഇന്ററാക്ഷനും ഉണ്ടാവും. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെസ്റ്റ്. ഓക്കെ, അതൊന്ന് വായിക്കാമോ? ഞാൻ ഓഫീസിൽ ഒരു കോള് വരുന്നുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ പ്ലീസ്. ഞാൻ വായിച്ചോളം പറഞ്ഞിരുന്നു നിങ്ങളോട്. ഞാൻ വായിക്കണോ? റീഡ് ചെയ്യണം? ഓക്കെ. Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially persuaded competitions, rewards, or punishment in Montessori classrooms. Such prizes and punishments are the instrument of slavery for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievements are never assessed from an adult's point of view and categorized by marks, points, and stars. The inner motivation of the child persuades him to work to the best of his ability, and the satisfaction of having done so is reward enough. മോണ്ടിസോറി മെത്തേഡിൽ there is no punishment, no rewards, no prizes, no gift. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ ആക്ച്വൽ റിവാർഡ് എന്ന് പറയുന്നത് അവരെന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് അവരുടെ റിവാർഡ് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ കൊച്ചു കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഴിയുമ്പോഴേക്കും അവർ കൈ കൊട്ടി ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലാത്ത സന്തോഷം, അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ട് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലേക്ക് അവർ പോകുന്നത് കാണും.
ഓക്കെ, അപ്പൊ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ അതാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ മെത്തേഡ് അത് തന്നെയാണ്. നമ്മൾ തമ്മിലോ റിവാർഡ്സ്, നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമ്മുടെ റിവാർഡ്സ്. അല്ലാണ്ട് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കലോ അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്നാലും നമ്മുടെ ഉള്ളിലൊക്കെ അതാണല്ലേ, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊരു ഗിഫ്റ്റ് ചെയ്യാനൊരു ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷം. ആ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പലപ്പോഴും മോണ്ടിസോറിയുടെ പല കാര്യങ്ങളും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം, അപ്രൈസ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വെൻ യു അപ്രീഷിയേറ്റ് എനി കിഡ്, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതർ. കൊച്ചുകുട്ടികളിലെല്ലാം ഒരാളെ പറയുമ്പോഴേക്കും മറ്റുള്ളവർക്കൊരു ഫീല്. നമ്മുടെ വീട്ടിലും ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം മൂത്ത കുട്ടി എന്തെങ്കിലും ഇതാക്കുമ്പോൾ ചെറിയ കുട്ടിക്ക് വിഷമം, ചെറിയ കുട്ടിയെ ഇതാക്കുമ്പോഴേക്കും മൂത്ത കുട്ടിക്ക് വിഷമം. ആ ഒരു രീതിയിൽ അങ്ങനെ ആ ഒരു ഫീല് കുട്ടിക്ക് വരാതെ നല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്. ഈവൻ ചുറ്റുമുള്ള മറ്റുള്ളവർ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പാരന്റ്സ് തന്നെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നത് കാണാറുണ്ട്. അതാണ് ശരിക്കും നമുക്കും ഈ ഒരു ക്ലാസ് റൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളും ചെയ്യേണ്ടത് അതാണ്. അവരെ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അവൻ ചെയ്യാൻ നിനക്ക് എന്തുകൊണ്ട് ചെയ്തത്, ആ രീതിയിലല്ല. ഓരോ കുട്ടിയും യുണീക്കാണ്, ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉണ്ട് അവർക്ക്. അപ്പൊ ആ യുണീക്നെസ് അതിനനുസരിച്ചാണ് അവരുടെ ഗ്രോത്ത്. ഒരാൾക്ക് ഒരു കാര്യത്തിലായിരിക്കും ഭയങ്കര ആക്റ്റീവായിട്ട് വരുന്നത്, കൂടുതൽ റിസൾട്ട് വരുന്നത്. വേറൊരാൾക്ക് വേറൊരു കാര്യത്തിലായിരിക്കും. ഒരാൾ വരയ്ക്കുമായിരിക്കും, ഒരാള് പാട്ടുപാടുമായിരിക്കും. ഓരോ കുട്ടിക്കും ഓരോ കപ്പാസിറ്റിയാണ്, ഓരോ പൊട്ടൻഷ്യലാണ്. അവരെ തമ്മിൽ കമ്പയർ ചെയ്ത് അവരെ കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുപോയി പരസ്പരം ജലസ് ഉണ്ടാക്കുക, ഒരു എന്താ പറയാ തമ്മില് ഒരു ദേഷ്യം തമ്മിൽ അങ്ങനത്തെ ഉള്ളതൊന്നും അങ്ങനെ സൃഷ്ടിക്കുന്ന, അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെന്റിലല്ല കുട്ടികൾ കടന്നു പോകേണ്ടത്. ഇതുപോലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. അതില് 1, 2, 3 തേർഡ് പാരഗ്രാഫില് ദ ചിൽഡ്രൻസ് അച്ചീവ്മെന്റ്സ് ആർ നെവർ അസസ്ഡ് ആണ്. ASSESSE. ആ ASSO എന്നുള്ളത് E ആക്കി മാറ്റണം. അസസ്ഡ് ഫ്രം, നെവർ അസസ്ഡ് ഫ്രം ആൻ അഡൽട്സ് പോയിന്റ് ഓഫ് വ്യൂ. അഡൽട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല അത് അസസ് ചെയ്യേണ്ടത്. കുട്ടികളാണ്, അവർക്ക് മാർക്കോ പോയിന്റോ സ്റ്റാറോ ഒന്നും ഇട്ട് കൊടുത്ത് അവരെ കാറ്റഗറൈസ് ചെയ്യോ വേർതിരിക്കുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത്. കുട്ടിയുടെ ആ ഒരു ഇന്നർ മോട്ടിവേഷൻ അതെന്ന് പറയുന്നത് അവൻ എന്ത് വർക്കാണോ ചെയ്യുന്നത് അവന്റെ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി, അവന്റെ എബിലിറ്റിക്ക് അനുസരിച്ച്. മോണ്ടിസോറി മെത്തേഡിലെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോർമലൈസേഷൻ എന്ന് പറയുന്നത് അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന കുട്ടിയെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, ചുറ്റുപാടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, അവൻ എന്താണോ കപ്പാസിറ്റി ഉള്ളത് അതിനനുസരിച്ച് അവൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ആ ഒരു ഫുൾ ഡേ എടുക്കുമായിരിക്കും അവൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ബട്ട് ഹീ ഈസ് നോട്ട് പ്ലേസ്ഡ് എന്നാണ് മറിയ മോണ്ടിസോറി അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡീവിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ അങ്ങനെ സ്ലീപ്പി ആയിട്ടിരിക്കുന്നവരും ഡീവിയേറ്റഡ് ആണ്. അത് വയലന്റ് ആയി അജിറ്റേറ്റഡ് ആവുന്നവരും ഡീവിയേറ്റഡ് ആണ് മറിയ മോണ്ടിസോറി വെച്ചിട്ട്. അവരെന്താന്നിട്ട് ചെയ്യുന്നത്, അവർക്ക് പ്രത്യേകമായ ആക്ടിവിറ്റീസ് കൊടുക്കും. എന്നിട്ട് അവരെ പതുക്കെ പതുക്കെ അതിലൂടെ കൊണ്ടുവന്ന് അവരെ നോർമലൈസ്ഡ് എന്നുള്ളതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് മറിയ മോണ്ടിസോറി. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഫ്രീഡം ഫ്രം പ്രഷർ. ഇതന്നെ നമുക്ക് മനസ്സിലാവും. ഫോഴ്സ്ഫുള്ളി കുട്ടിയെ ഒന്നും ചെയ്യിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോ? Yes, Miss. Freedom from pressure. He is permitted to grow at his own rate and development. He does not require to match up to the hopes of others. Through the freedom given in a Montessori environment, the child has an unequal opportunity to reflect upon his own actions, to determine their after effect both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge is one of the most important results of freedom in a Montessori classroom.
സോ നെക്സ്റ്റ് ഫ്രീഡം ഫ്രം പ്രഷർ. ഓക്കെ, ഹിസ് ഓൺ റേറ്റ് ആൻഡ് ഡെവലപ്മെന്റ്, അവന്റേതായ പേസിലൂടെ അവൻ ആ ഒരു സ്പേസിൽ ഡെവലപ്പ് ചെയ്യണം, ആ ഒരു എൻവയോൺമെന്റിൽ ഡെവലപ്പ് ചെയ്തു പോകണം. അവന് അരമണിക്കൂർ എടുക്കുമായിരിക്കും ഒരു ആക്ടിവിറ്റി അവൻ ചെയ്യാൻ. ഇപ്പോൾ നമ്പേഴ്സ്, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അത് വേറെ ഒന്നുമില്ല, നമുക്ക് കാർഡ്സിനകത്ത് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും, ലൈക്ക് 1 2 3 4 അങ്ങനെ നമ്പേഴ്സ് കുറെ ഉണ്ടാകും. നമുക്ക് കുറെ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഷേപ്പിലുള്ളത് ഉണ്ടായിരിക്കും. ആദ്യത്തെ മോണ്ടിസോറി മെറ്റീരിയൽസിലൊക്കെ കോയിൻ പോലത്തെ സാധനമായിരുന്നു. നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട്, നമുക്ക് ഓരോ പോയിന്റിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് കോയിൻസ് പോലത്തെ ഉള്ളത് ഉണ്ടാവില്ലേ, അതുപോലെ 5 രൂപി കോയിന്റെ വലുപ്പം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയലിന്. അത് റെഡ് കളറിലുള്ള കോയിൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ബെൽ ഷേപ്പാണ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. അതെന്ന് പറഞ്ഞാൽ ബെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മുകളിലൊരു നോബ് പോലെ ഒരു ചെറിയൊരു ഇത് ഉണ്ടാവും. കുട്ടികളുടെ കുഞ്ഞു വിരൽ വെച്ച് അവർ അതിൽ പിടിക്കും. അവരുടെ കുഞ്ഞു വിരലിന്റെ മസിൽസിന്റെ ഡെവലപ്മെന്റിനായിരിക്കാം അങ്ങനത്തെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുഡൻ ആണ്. അപ്പൊ അങ്ങനെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ചെയ്യാൻ ഇപ്പൊ ഒരു കുട്ടി 30 മിനിറ്റ്സ് എടുത്തു. അവനോടൊരു നമ്പർ, കുറെ നമ്പേഴ്സ് കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോ അവൻ അത് ചെയ്യാനായിട്ട് അവന്റെ കൺട്രോൾ ഓഫ് എററും ഇടയ്ക്ക് തെറ്റിപ്പോയി അവൻ വീണ്ടും അത് കറക്റ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ അവൻ ചെയ്തു വന്നപ്പോ 30 മിനിറ്റ്സ്. വേറൊരു കുട്ടി മേ ബി അതൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ബട്ട് വി ആർ നോട്ട് കമ്പയറിങ്, നമ്മൾ അവർ രണ്ടുപേരും കമ്പയർ ചെയ്യുന്നില്ല. അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവൻ 30 മിനിറ്റ്സ് എടുത്തു, മറ്റവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവൻ 10 മിനിറ്റ്സ് എടുത്തു എന്ന് വെച്ചിട്ട് 10 മിനിറ്റ്സിൽ അവൻ കഴിഞ്ഞപ്പോ 30 മിനിറ്റ്സ് കഴിയാത്ത ആളെ ഫോഴ്സ് ചെയ്ത് വേഗാവട്ടെ എന്ന് പറയുകയല്ല ചെയ്യുന്നത് അല്ലെ. ട്രഡീഷണൽ മെത്തേഡ് ടീച്ചർ ബോർഡിലൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് എഴുതി കൊടുക്കും. കുറെ കുട്ടികൾ ആദ്യം ചെയ്യും, കുറെ കുട്ടികൾ പതുക്കെ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. സ്റ്റോപ്പ് റൈറ്റിംഗ് ടീച്ചർ പറയുമ്പോഴേക്കും അതൊക്കെ ചെയ്തു വന്നവരുടെ പാതിയായി, അവർക്കൊന്നും മനസ്സിലാകില്ല. റിസൾട്ടിലേക്ക് എത്താത്തത് കാരണം അവരുടെ ആ ഒരു നോളജ് അവിടെ പാതിക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ആയി പോയി. ആ ഒരു രീതി മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നില്ല. അവിടെ കുട്ടികൾക്ക് അവരുടെ ഓൺ റേറ്റില് അവരുടെ എന്താണോ സ്പീഡ് അതിനനുസരിച്ച്, അവരുടെ എന്താണോ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ ആരും അവിടെ പ്രഷറൈസ് ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ ഹോപ്സ് ഓഫ് അതേഴ്സിനനുസരിച്ച് മാച്ചപ്പ് ചെയ്യേണ്ടതായിട്ടും ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ 11th ബാച്ചിൽ ഒരു കുട്ടി ഷെയർ ചെയ്യണ്ടായി. അതായത് അതിനടുത്ത ഒരു പെൺകുട്ടിയെ ട്യൂഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ട്യൂഷന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, CBSE ആണെന്ന് തോന്നുന്നു. ട്യൂഷന് വേണ്ടി കൊണ്ടുവന്ന പാരന്റ്സ് കൊണ്ടുവന്നാക്കിയതാണ്. അപ്പൊ അവര് പറഞ്ഞു പലയിടങ്ങളിലും അവർ ട്യൂഷന് ചേർത്ത് കുട്ടി പഠിക്കുന്നില്ല, 500 രൂപയാണ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ 1000 രൂപ തരാം, എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാണ് നമ്മുടെ ട്രെയിനിയുടെ അടുത്ത് കൊണ്ടാക്കിയത്. ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ട്രെയിനി ഫെഡപ്പായി ഈ കൊച്ചിനെ കൊണ്ട് ഒന്നും എഴുതുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല ഈ മോള്. ഇതിനങ്ങ് ദേഷ്യം വന്നു. പിറ്റേ ദിവസം നോക്കി ഒരു രക്ഷയില്ല, ഒരു രീതിയിലും. അപ്പൊ നമ്മുടെ ട്രെയിനിക്ക് മനസ്സിലായി കുട്ടിക്ക് എന്തോ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമല്ലോ എന്നാണ് നമ്മുടെ ട്രെയിനി ആദ്യം വിചാരിച്ചേ. അപ്പോ പാരന്റ്സിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു മോണ്ടിസോറി കോഴ്സിന് ചേർന്നു, അതുകൊണ്ട് എനിക്ക് സമയമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പാരന്റ്സ് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കുന്നു. കുട്ടിയോട് പറഞ്ഞു, ഇത് പറഞ്ഞു, ഒട്ടും പറ്റാണ്ട് വന്നപ്പോ ഇനി വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി പറഞ്ഞു, ചേച്ചിയും കൂടെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി സൂയിസൈഡ് ചെയ്യുന്നു. ഇതങ്ങ് ഞെട്ടിപ്പോയിട്ടോ. എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ മാർഗമില്ല എന്നെ, കാരണം പല ട്യൂഷൻ സ്ഥലത്ത് ഇത് ആക്കിയാണ് ഇവിടെ എത്തിയത്. കാരണം എന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ ഒന്നും പഠിക്കില്ല എന്ന് പറഞ്ഞ എപ്പോഴും എന്നെ വഴക്ക് പറയും, എന്നെ പണിഷ് ചെയ്യും. ഞാൻ ഇനി പഠിച്ചില്ലെങ്കിൽ അച്ഛൻ പോയി സൂസൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കണേ പറഞ്ഞു. അപ്പൊ ഞാനും എന്തായാലും സൂസൈഡ് ചെയ്യുന്ന കൊച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ ട്രെയിനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ക്ലാസ് ടീച്ചറോട് സംസാരിച്ചു. ക്ലാസ് ടീച്ചർ പറഞ്ഞത് പാരന്റ്സിന്റെ അടുത്ത് ഞങ്ങൾ പലതവണ പറഞ്ഞു കൊടുത്തു, ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, എത്രയും പെട്ടെന്ന് അതിന് വേണ്ടത് ഇന്റർവെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ പാരന്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അവർ പറഞ്ഞു അതില്ല, പഠിപ്പിച്ചത് ശരിയാവും, അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ട്യൂഷൻ ആക്കുന്നത്. അപ്പോ ഈ നമ്മളുടെ ഈ ട്രെയിനിക്കും ഈ കുട്ടിയുടെ പാരന്റ്സ് അവര് ഒരു അടുപ്പുണ്ട്, മീൻസ് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോ നമ്മുടെ ട്രെയിനി അവരോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് ഇന്ത്യയുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്നൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ അറിയാവുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു. ഇവര് കുട്ടിയെ കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് എന്താണ്, കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ മെന്റൽ ഏജേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു ടൂൾ ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നോ, ഓർമ്മയുണ്ടോ?
ഒരു ബുക്ക് വാങ്ങിയിട്ട് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 പീരീഡ് ആയിട്ട് മറിയാ മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത പോലെ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു? ഏജും മെന്റൽ ഏജും തമ്മിലുള്ള ആ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ കപ്പാസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ അത് തന്നെയാണ് നടന്നത്. അപ്പൊ ആ കുട്ടിയുടെ മെന്റൽ ഏജ് ഒരു 2ാം ക്ലാസ്സുകാരിയുടെ ഒരു ബുദ്ധിയാണ്. ആ 2ാം ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കേണ്ടത് അതിപ്പോ പഠിപ്പിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമാണ് അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പം 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മളുടെ ഈ കുട്ടി ട്യൂഷനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2ാം ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഈ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ അത് എഴുതും വായിക്കും, അതും ഭയങ്കര ഹാപ്പിയാണ്, വീട്ടുകാരെ ഹാപ്പിയാണ്, സ്കൂളിലുള്ളവരും നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് ഹാപ്പിയാണ്. നമുക്കൊരു പ്രൗഡാണ് അല്ലെ? കാരണം ആ ഒരു ട്രെയിനിയുടെ ഒരു ഇന്റർവെൻഷൻ കൊണ്ടാണ് അത്രയും ആ മോളുടെ ലൈഫിൽ തോന്നുന്നത്. ഇത് പ്രഷറായിരുന്നു, പാരന്റ് പ്രഷർ നല്ല പോലെ കുട്ടിക്കുണ്ടായിരുന്നു. സ്കൂളുകാർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പാരന്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ട്രെയിനിക്ക് അവരുമായിട്ട് അടുപ്പം വെച്ചിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി. അവർ ആ കുട്ടിയെ സെഷന് കൊണ്ടുപോയി നല്ലൊരു ഡോക്ടർ തന്നെ റെഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് ശരിയായി വരുന്നു. ഇപ്പൊ ആ മോള് ഭയങ്കര ഹാപ്പി, അവർക്ക് എഴുതാനും വായിക്കാനും പറ്റുന്നതിന്റെ സന്തോഷം, ഭയങ്കര സന്തോഷം. അതാണ് ആ ഒരു ഫ്രീഡം ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു ഫ്രീഡം ഫ്രം പ്രഷർ, അതെല്ലാം ആ കുട്ടി ഇപ്പോഴല്ലേ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്നു. പിന്നെ എന്താ പറയാ, അവന്റെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും അവിടെ കിട്ടുന്നുണ്ട്. അത് അവനിന്റെ മാത്രമല്ല മറ്റുള്ളവരിലേക്കും അതിന്റെ എഫക്ട് കിട്ടും. ഇവൻ ഇപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവന് കൊടുക്കുന്നില്ല, അവനെ പിടിച്ചു വെക്കുന്നു, പ്രഷറൈസ് ചെയ്യുന്നു, അവൻ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ? മറ്റുള്ളവരോട് അവൻ ചിലപ്പോൾ ഭയങ്കര വാശി കാണിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എന്താണോ ലേൺ ചെയ്യേണ്ടത് അത് ലേൺ ചെയ്യാനുള്ള ഒരു സെൻസ് കിട്ടുന്നു. അത് ലേൺ ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോൾ, അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ, അതെല്ലാം കുട്ടികളിൽ വരുന്നു. ഫ്രീഡം ഫ്രം പ്രഷർ വരുന്നിരിക്കും. അവന്റെ കപ്പാസിറ്റി മനസ്സിലാകുന്നു, അവന്റെ ഡിഫക്ട്സ്. ഇപ്പൊ ആ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ അവളുടെ കപ്പാസിറ്റി പൊട്ടൻഷ്യൽ എന്താന്ന് തിരിച്ചറിഞ്ഞു, എന്തായിരുന്നു അവളുടെ കുറവ് വന്നത്, ഡിഫക്റ്റ് വന്നത് തിരിച്ചറിഞ്ഞു. കറക്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ ഡെവലപ്പ് ചെയ്തു വന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി. സെൽഫ് നോളജ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺ സെൽഫ് മനസ്സിലാക്കുന്നത് തന്നെയാണ്, അല്ലാതെ എന്തൊക്കെയോ കുറെ കുത്തി നിറച്ച് അടിച്ചേൽപ്പിച്ച് വെക്കുന്നതല്ല എഡ്യൂക്കേഷൻ. നോളജ് ആ ഒരു അതെല്ലാം ഇംപ്രൂവ് ആയി വരുന്നു. ഇതെല്ലാമാണ് മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഫ്രീഡത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഇപ്പൊ സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരുന്ന ക്വാളിറ്റീസ് ആണ് ഒരു സ്ട്രക്ചർ, ഒരു ഓർഡർ വരുന്നത്. ഇതാരാ റീഡ് ചെയ്യാ? ഫുൾ വായിക്കണോ? ഫുൾ ഞാൻ പറയാം. മുഴുവൻ വായിച്ചു. 3 പാരഗ്രാഫ്. Structure and order. While structure and order seem counterintuitive to the freedom earlier mentioned, nothing could be farther from the truth. Structure and order in the Montessori classroom exactly reflect the sense of structure and order in the universe. By using the Montessori classroom environment as a microcosm of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in which he lives. Montessori stated that there is a sensitive period for order which happens between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perception and thus form an inner conceptual framework with which to understand and connect with his world. Through order, children are able to find materials of his selection.
Their selection is further assisted in the environment by arranging materials as per children, the probability of a complete cycle activity when using the material. No parts of the material should be missing. He should find all the pieces for the exercise he selects. It is necessary to understand that in persuading to develop freedom, it should be clearly established that only destructive acts of the child should be limited. All the rest, every manifestation having useful scope, whatever it be, and under whatever form it expresses itself, must not only be permitted but must be observed by the teacher. സ്ട്രക്ചർ ആൻഡ് ഓർഡർ. കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ആണ്. തന്നെത്താനെ കുട്ടികളിൽ വരുന്നതാണ് അവരുടേതായ ഒരു സ്ട്രക്ചർ, ഓർഡർ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്യുന്നതെല്ലാം തന്നെത്താനെ ജനറേറ്റ് ചെയ്യുന്നതാണ്, സെൽഫ് ജനറേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചർ ആൻഡ് ഓർഡർ മോണ്ടിസോറി ക്ലാസ് റൂം എൻവയോൺമെന്റ് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മൈക്രോകോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെയെങ്കിലും ഒരു മിനിയേച്ചർ വേർഷൻ. ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, മിനിയേച്ചർ മോഡൽ. മൈക്രോകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ മോഡൽ ഓഫ് സംതിങ്. ഇവിടെ യൂണിവേഴ്സിന്റെ, അതായത് പുറം ലോകത്തേക്ക് കുഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ കുട്ടി ആ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനൊന്നും പുതിയതല്ല, അതെല്ലാം അവൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതുപോലുള്ളതല്ലെങ്കിൽ തന്നെ അതുപോലെ അതിന്റെ എല്ലാം ഒരു റിപ്ലിക്ക, ഒരു മിനിയേച്ചർ വേർഷൻ അവൻ ആ എൻവയോൺമെന്റിൽ കണ്ട് പരിചയപ്പെട്ട് അത് വെച്ച് ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് 6 ഇയേഴ്സിന് ശേഷം അവൻ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ ഒരു 3 ഇയേഴ്സ് ഏജ്, ഒരു ആ ഒരു ഏജ് സ്പാനിലാണ്, 3 to 6 ഇയേഴ്സിനാണ് ഇവർ എൻവയോൺമെന്റിലേക്ക് വരുന്നത്. ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ് കുട്ടികൾക്ക്. അവരെന്തും ചുറ്റും നടക്കുന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവരുടെ ഡെവലപ്മെന്റ്. ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളോടും സെൻസിറ്റീവ് ആയിരിക്കും. ചുറ്റുമുള്ള വേൾഡിനെ കുറിച്ചൊരു പിക്ചർ ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും നിറയുണ്ടാവും. ആ ഒരു സെൻസ്, അവൻ സെൻസിറ്റീവ് ആണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവന്റെ ബ്രെയിനിലേക്ക് ഒരു ഇംപ്രഷൻസ് ആയിട്ട്, ഇമേജ് ആയിട്ട് പതിയുന്നുണ്ട്. എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ലേൺ ചെയ്യുന്നു ഇന്ററാക്ഷനിലൂടെ. പോസിറ്റീവ് വേയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. അപ്പൊ ആ എൻവയോൺമെന്റ് അതിനനുസരിച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു കുട്ടിയുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന പല ആക്ടിവിറ്റീസിലൂടെ അവൻ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഈ അവന് ചുറ്റുമുള്ള വേൾഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതാണ് അവനിൽ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി പുറം ലോകത്തിന് എന്തൊക്കെയുണ്ടോ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ പരിചയപ്പെട്ടാണ് അവൻ പോകുന്നത്. അപ്പൊ അവനറിയാം, ഇപ്പൊ ഒരു വാട്ടർ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളം എന്തിനുള്ളതാണ്, എങ്ങനെയുള്ളതാണ് അതറിയാം. വെള്ളം എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് നമുക്ക് വാട്ടർ സോഴ്സ് അവൈലബിൾ ആകുന്നത്, ഇതെല്ലാം ആ ഒരു എൻവയോൺമെന്റിലൂടെ അവൻ പഠിക്കുന്നു. ഒരു ചെടി നട്ടാൽ ചെടി വളരുന്നത് എങ്ങനെയാണ്, അവൻ ആ സ്ട്രക്ചർ അറിയാം. അതിന്റെ ചെടിക്ക് എന്തൊക്കെയുണ്ട്, റൂട്ട്, ലീഫ്, അങ്ങനെ ബ്രാഞ്ചസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ആ ഒരു ചെടി നടുന്നതും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ ചിലപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഈ കുട്ടികളായിരിക്കും. പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കിച്ചൺ ഉണ്ടെങ്കിൽ അവിടെ പാത്രങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്, ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്, പാത്രം കഴുകുന്നത്, പാത്രം തുടയ്ക്കാനായിട്ട് അവിടെ നാപ്കിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, പാത്രം വെക്കുന്ന ഷെൽഫ്, ഇതെല്ലാം ഇവൻ കണ്ടു വളരുവാണ്. അപ്പൊ അവനറിയാം ഓരോന്നും എവിടെയാണ് ഇരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ സെഷന്റെ സ്ട്രക്ചർ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ വലിയ വേർഷൻസ് ആണ് പുറം ലോകത്തേക്കുള്ളത്. അപ്പൊ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓൾറെഡി അവൻ കണ്ടു അവിടെ എങ്ങനെയാണ് മീൽസ് കഴിക്കേണ്ടതെന്നുള്ളത്. അവർക്ക് അവിടെ ട്രെയിനിങ് പോലെ ഉണ്ട്. അവർ തന്നെത്താനെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ച പ്ലേസ് എങ്ങനെ നീറ്റ് ചെയ്യണം, എങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ക്ലീൻ ചെയ്യണം, കൈയും മുഖയും ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം, ഭക്ഷണം കഴിച്ച പ്ലേറ്റ് എങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ മനസ്സിലാകുന്നു. ഒരു കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരു മീൽസ് അങ്ങനെയുള്ളൊരു അതിന്റെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവർക്ക് അറിയാത്ത ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പോയി ഫുഡ് എടുത്തോണ്ട് വരണം, ഫുഡ് എടുത്തോണ്ട് വന്നിട്ട് എങ്ങനെ ഇരുന്ന് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം,
ആ ഒരു സ്ട്രക്ചറും ഓർഡറും എല്ലാം ഇവർക്ക് ഈ എൻവയോൺമെന്റ് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് എടുക്കുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ആ സെലക്ട് ചെയ്യുന്നു, ഫ്രീഡം ഓഫ് ചോയ്സ് അവർക്കുണ്ട്. സെലക്ട് ചെയ്തിട്ട് അത് ഓർഡറിൽ എങ്ങനെ വെക്കണം, എന്താണ് അതിന്റെ ഓർഡർ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവർക്കൊരു ഡെമോ കൊടുക്കുന്നുണ്ട് ഇതില്. ഇപ്പം പിങ്ക് ടവർ 10 ക്യൂബ്സ് ഉണ്ട്, നമുക്കറിയാം 10 സെന്റിമീറ്റർ തുടങ്ങി ഏറ്റവും വലുത് 10 സെന്റിമീറ്റർ, ചെറുത് വരെ എത്തുമ്പോഴേക്കും 1 സെന്റിമീറ്റർ. ഓരോന്നും ഓരോ സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് ആണ്. കാഴ്ചയിൽ അതിന്റെ സൈസിൽ വ്യത്യാസം കാണാം. എല്ലാം ഒരേ കളറാണ്, ഷേപ്പ് സെയിം ആണ്, സൈസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കുട്ടികളോട് അത് പ്ലേസ് ചെയ്യാൻ പറയുമ്പോഴേക്കും അവരാദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം അവർക്ക് കാഴ്ചയിൽ തോന്നുവാണെങ്കിൽ അവരത് മാറ്റിയിട്ട് കൺട്രോൾ ഓഫ് എററിലെ കറക്റ്റ് ഏതാണോ അവിടെ വെക്കേണ്ടത് അത് വെക്കും. അവർക്ക് ആ ഓർഡർ മനസ്സിലാവും, വലുതിൽ നിന്ന് ചെറുതിലേക്ക് വെക്കണം, ആ ഒരു ഓർഡർ അവർക്ക് കിട്ടും. അപ്പൊ അതാണ് ഓർഡർ. അങ്ങനെ ആ ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് അതൊരു ഓർഡറിലേക്ക് വെക്കേണ്ടത്, ആ ഒരു ഓർഡർ, ഓരോന്നിനും എന്താണ് ഓർഡർ എന്നൊക്കെ അറിയാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് വരുന്ന മോണ്ടിസോറി സ്കൂളിൽ ആ സ്കൂളിന്റെ ഗേറ്റ് ഇങ്ങനെ കടന്നു വരുമ്പോഴേക്കും പിന്നെ കുറച്ചു നേരം ഒരു മിറ്റം പോലെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു വരാന്തയാണ്. ആ വരാന്തയുടെ ഒരു സൈഡില് കുട്ടികളുടെ ഷൂ റാക്ക് പോലെയുണ്ട്, ചെരുപ്പുകളൊക്കെ വെക്കുന്നത്. നമ്മളുടെയും അവിടെ തന്നെ വെക്കും. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പമുള്ളൊരു ഷൂ റാക്ക്, ഹൈറ്റ് ഇല്ലാത്തത്, ഹൈറ്റ് കുറഞ്ഞത്, നീളം കൂടിയ ഷൂ റാക്കാണേ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് തന്നെത്താൻ അവരുടെ ഷൂ, ചെരുപ്പ്, സാൻഡൽ എന്താണ് യൂസ് ചെയ്യുന്നത് അത് അവർക്ക് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ അത് അവര് തന്നെ വെച്ച്, പിന്നെ ഒരു റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇവരുടെ ബാഗ്, ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളത് റൈറ്റ് സൈഡിൽ അതും വെച്ചിട്ടാണ് ഇവർ അകത്തേക്ക് കിടക്കുന്നത്. അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു ഹോളാണ്, അവിടെയാണ് പ്രേയറും ആരുടെങ്കിലും ബർത്ത്ഡേ വരുമ്പോഴും എല്ലാവരും മട്ടത്തിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യുന്നത്. ആ ഹോളിന് പിന്നെ ഒരു ഹൈറ്റില് പ്ലാറ്റ്ഫോം പോലെയാണ്, ഒരു സ്പേസ് കുറച്ചിങ്ങനെ ഇതുപോലെ തന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങള് കുട്ടികളുമായിട്ട് ഡാൻസും ആക്ഷൻസും, ത്രൂ ആക്ഷൻസ് ഡാൻസും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ വരാന്തയുടെ സൈഡിൽ ഇങ്ങനെ എൽ ഷേപ്പില് ആണ് ചെറിയ ചെറിയ ഷെൽഫിൽ ഇങ്ങനെ മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നു. നിറയെ മാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അവിടെ നിന്ന് ഓരോന്നോരോന്നൊക്കെ ചെയ്യാം. ആ ഒരു ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വരാന്തയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറയെ മരമുണ്ട്. മരത്തിന്റെ ഷെയ്ഡില് താഴെ ഇങ്ങനെ റൗണ്ടില് ഈ കോൺക്രീറ്റ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ടേബിൾ പോലെ റൗണ്ടിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം കൊണ്ട് ഈ ടേബിൾ പോലെ അതിന്റെ മുകളിൽ ലഞ്ച് വെച്ചിട്ട് കുട്ടികൾക്ക് തന്നെ ഇരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെ കുറെ നല്ല രസമാണ് കാര്യങ്ങളൊക്കെ കാണാൻ. അതിന് പ്രത്യേകിച്ച് ഷെയ്ഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മഴയാണെങ്കിൽ മാത്രം അത് കഴിക്കാനായിട്ട് വേറൊരു ഏരിയ ഉണ്ട്. മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ മുകളില് റൂഫിംഗ് ഒക്കെ ഉള്ള ഏരിയ. മഴയില്ലെങ്കിൽ ഈ മരത്തിന്റെ തണലിലിരുന്നിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു രസമുള്ളത്. അപ്പൊ ഇവർക്ക് അറിയാം എന്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഷൂ തന്നെ വെക്കുന്നു, തന്നെ ബാഗ് കൊണ്ടുവയ്ക്കുന്നു, അകത്ത് കയറുന്നു, ലഞ്ച് ടൈം ആകുമ്പോൾ ലഞ്ച് ബോക്സ് എടുത്ത് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ കയറി ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെയൊക്കെ കാണാം. അപ്പൊ ഇത് അവരുടെ ഒരു ഓർഡറാണ്. ഇതെല്ലാം അവർ ഈ എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കുന്നത്. ഇത് തന്നെയായിരിക്കും അടുത്ത ലെവലിലേക്ക്, ഇനി ഏത് സ്കൂളിലേക്കാണ് അവർ പോകുന്നത്, അവർക്ക് ആ ഒരു ഓർഡർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എല്ലാ ഇതിനെ കുറിച്ചൊരു ക്ലിയർ അപ്പിയറൻസ് ആണ് മോണ്ടിസോറി. എവറി മാനിഫെസ്റ്റേഷൻ യൂസ്ഫുൾ. അതായത് മാനിഫെസ്റ്റേഷൻ ക്ലിയർ ഒരു അപ്പിയറൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അവരവിടെ കാണുന്നതും കേൾക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരെ കൊണ്ട് പെർമിറ്റ് ചെയ്യുന്നത്, ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ടീച്ചർ ഒബ്സർവ് ചെയ്യുകയും വേണം. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഫ്രീഡത്തിന്റെ പല കാര്യങ്ങളും, ഫ്രീഡത്തിന്റെ പല ലെവൽസും നമ്മൾ കണ്ടു. നെക്സ്റ്റ് റിയാലിറ്റി ആൻഡ് നേച്ചർ. ഓക്കെ. റിയാലിറ്റി ആൻഡ് നേച്ചർ. മറിയ മോണ്ടിസോറിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത എൻവയോൺമെന്റ് റിയാലിറ്റിയും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ആ എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് എല്ലാം തന്നെ റിയൽ ഒബ്ജക്ട്സ് കൊണ്ടുള്ളതായിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം. അപ്പൊ റിയാലിറ്റി ഓറിയന്റഡ് ആണ് അവിടുത്തെ മെറ്റീരിയൽസ്. മോണ്ടിസോറി മെത്തേഡും റിയാലിറ്റി ഓറിയന്റഡ് ആണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും സ്ഥാനമില്ലായിരുന്നു. ഓക്കെ. അത്
അത് റിയാലിറ്റി ആൻഡ് നേച്ചർ ഫുൾ ആരെങ്കിലും റീഡ് ചെയ്യാമോ? മിസ് Yes, miss. Reality and nature. Montessori had a wide respect and veneration for nature. She believed that we should use nature to inspire children. She continually suggested that Montessori teachers take their children out into nature rather than keeping them restricted in the classroom. This is why natural materials are preferred in the prepared surroundings. Real wood, reeds, bamboo, metal, cotton, and glass are preferred to synthetic or plastics. So the Montessori environment is based on reality and nature. The child must have opportunity to internalize the limits of nature and reality. If he is to be free from his fantasy and illusion, both physical and psychological. Only in this way can he develop self-discipline and security, the necessity to explore his external and internal worlds, and to become an active and grateful observer of life. The Montessori materials are based on the concept of reality. Real glasses are used for juice and knives for cutting fruits and vegetables. One piece of each type of equipment will be there in the Montessori classroom. Because children do not have an alternative, they learn to wait for their turn. According to Maria Montessori, man belongs to nature, and especially so when he is a child. He must draw form in the forces necessary to the development of the body and of the spirit. She believed that children must originally be given contact to nature through care of the plants and animals. Both the indoor and outdoor environment must be alive with growing things of all kinds that are cared for by children. There should be loop, microscope, and simple experiments for children to perform. ഓക്കെ, റിയാലിറ്റി ആൻഡ് നേച്ചർ പറഞ്ഞതുപോലെ മോണ്ടിസോറി ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റെസ്പെക്ട് ആൻഡ് വെനറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ് പ്രൊഫൗണ്ട് റെസ്പെക്ട്, അതായത് റെസ്പെക്ടിന്റെ ഒരു പീക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത്രയും വളരെ കരുതലും ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു നേച്ചറിനോട് മറിയ മോണ്ടിസോറിക്ക്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും, നമ്മളെല്ലാരും അങ്ങനെ തന്നെ ആവണം തന്നെയാണ്. കാരണം നമ്മൾ നേച്ചറിൽ നിന്ന് എന്തോരം റിസോഴ്സസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലേ, വാട്ടർ സോഴ്സസ്, അതുപോലെ തന്നെ ഫുഡ്, നമ്മളിവിടെ വീട് വെക്കുന്നു, എന്തെല്ലാം നമുക്ക് ഷെൽട്ടർ കിട്ടുന്നു, എല്ലാം നേച്ചറിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആണ് നേച്ചറുമായിട്ട്. സോ വി ഷുഡ് റെസ്പെക്ട് നേച്ചർ ആൻഡ് നമുക്ക് എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നേച്ചറിന്, അത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തന്നെ വേണം. അതല്ലേ APJ അബ്ദുൽ കലാം ഒരു വർഷം എറണാകുളത്ത് വരുന്നതിന്റെ ഭാഗമായിട്ട് റോഡ് സൈഡിൽ നിന്ന് മരമൊക്കെ വെട്ടിക്കളഞ്ഞു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഒരു മരത്തിന് പകരം 10 മരം വെച്ച് വെട്ടിച്ചോളുന്ന രീതിയിൽ സ്ട്രിക്റ്റ് ഓർഡർ തന്നെ കൊടുത്തു. അത്രയും നേച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമ്മൾ മാക്സിമം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയുണ്ടായിരുന്നു, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഒരു മരം വയ്ക്കും, ആ കുട്ടിയുടെ വേണ്ടിയിട്ട് ഒരു മരം. അങ്ങനെ പറമ്പ് നിറയെ ഫുൾ മരമായി മാറി എന്ന് പറയായിരുന്നു. ആ രീതിയിൽ ചെയ്യണം അവരൊക്കെ ഉണ്ട്. ബർത്ത്ഡേ വരുമ്പോ അങ്ങനെ അത്രയും റെസ്പെക്ട് മോണ്ടിസോറിക്ക് നേച്ചറിനോടുണ്ടായിരുന്നു. അവര് പറയുന്നത് നേച്ചറാണ്, നേച്ചർ നമ്മൾ യൂസ് ചെയ്യണം കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനായിട്ട്. ബാക്കി പലതും കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നേച്ചറിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ചെറുപ്പകാലത്ത് വളരെ നല്ലതാണ്. അപ്പൊ മോണ്ടിസോറി പറയുന്ന നേച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ എപ്പോഴും മറിയ മോണ്ടിസോറി സജസ്റ്റ് ചെയ്യുന്നത് ആ ക്ലാസ് എൻവയോൺമെന്റിലുള്ള ടീച്ചേഴ്സ്, ആ ഫെസിലിറ്റേറ്റേഴ്സ് കുട്ടികളെ എപ്പോഴും നേച്ചറിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഗേറ്റ് കടന്ന് ഇങ്ങനെ വന്നിട്ട് 2 സൈഡിലേക്കായിട്ട് മിച്ചം തിരിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന നീളത്തിൽ ഇങ്ങനെ വരുന്ന ഭാഗത്തിന് 2 സൈഡിലും മാവ് നിൽക്കുവാണ്.
എപ്പോഴും ആ മാവിൽ നിറയെ ഇലകളും മാവും എന്തൊക്കെയോ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എപ്പോഴും ആ വരുന്ന പാസേജിൽ, ഗേറ്റിന്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന പാസേജിൽ നിറയെ ഇല വീണ് കിടക്കും കേട്ടോ. അവിടെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള റോക്ക്, കരിങ്കല്ല് പോലത്തതായിട്ട് ഇങ്ങനെ പോയിന്റഡ് അല്ല, പോളിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ചില സമയത്ത് സാർ ഇങ്ങനെ ഫസ്റ്റ് വരുമ്പോ തന്നെ പ്രെയർ കഴിഞ്ഞിട്ട് സാറ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ ഫെസിലിറ്റേറ്റർക്കും ഓരോ ഗ്രൂപ്പിനെ കൊടുക്കും. ഒരു 10-12 കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ കാണും കേട്ടോ. അപ്പൊ ഞാൻ ആ കുട്ടികളുമായിട്ട് ഞാൻ ചോദിക്കും പുറത്തോട്ടോ കൂടെ സാറിനോട്, നമുക്കറിയാലോ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണമെന്ന്. സാറിനെയും കൊണ്ടുപോകോളാം. അവിടെ പോയിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഓരോരുത്തരോടായിട്ട് പറയും, പോയി ഇല പറക്കിയിട്ട് വരാൻ പറയും. കുട്ടികൾ പോയി ഇല കളക്ട് ചെയ്തിട്ട് വരും. എന്നിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കൂട്ടോ. അവരുടെ ടേൺ ആവുന്നത് വരെ ഭയങ്കര ക്ഷമയോടെ നിൽക്കും. എന്നിട്ട് കൗണ്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അവര് കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഇല കൊണ്ടുപോയി വേസ്റ്റ് അടിച്ചു കൂട്ടിയിടുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടാൻ പറയും ഇവരവിടെ. അപ്പൊ ആ പാസേജ് ക്ലീൻ ആവും, ഇവര് കൗണ്ടിങ്ങും പഠിക്കും, ഇവർക്ക് ആ ടെക്സ്ചർ മനസ്സിലാവും, ലീഫിന്റെ ആ കളറ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് അതിന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒക്കെ ചെയ്യിക്കുമായിരുന്നു കുട്ടികളെ കൊണ്ട്. പിന്നെ പോൺ മറിയ മോണ്ടിസോറി എൻവയോൺമെന്റിൽ മുഴുവനും യൂസ് ചെയ്ത മെറ്റീരിയൽസ് അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. വുഡ് തന്നെ റിയൽ വുഡ്, പിന്നെ റീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംബു യൂസ് ചെയ്തിട്ടുണ്ട്. ബാംബു പോലെ തന്നെ പൊള്ളയായിട്ടുള്ളതില്ലേ, പോളോ ആയിട്ടുള്ള ഒരുതരം വുഡാണ് റീഡ് എന്ന് പറയുന്നത്. അത് പിന്നെ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചില ഷേപ്സ് ഒക്കെ, ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ മെറ്റൽ കൊണ്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ കോട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്, അതായത് ഫാബ്രിക്സ് ഒക്കെ, ഡ്രസ്സിങ് ഫ്രെയിംസ് ഒക്കെ കോട്ടണിലുള്ളതായിരുന്നു. പിന്നെ ടച്ച് ഫാബ്രിക്സ് ഉണ്ട്, അത് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സിൽ വരുന്ന ഫാബ്രിക്കുകൾ, അതായത് സിൽക്ക്, കോട്ടൺ, പിന്നെ അതിന്റെ മിക്സ് സിൽക്ക്, കോട്ടൺ, വൂൾ, പിന്നെ പിന്നെ ജൂട്ട്, അങ്ങനെ നാച്ചുറൽ ഫൈബേഴ്സിൽ വരുന്ന ഫാബ്രിക്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്ലാസ്, അതായത് ഗ്ലാസ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പാത്രം, സെറാമിക് പാത്രങ്ങളും അതുപോലെ തന്നെ ടംബ്ലേഴ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സിന്തറ്റിക്സും പ്ലാസ്റ്റിക്സിനും സ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് നേച്ചർ. കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. ആ നേച്ചർ ആൻഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റ്സ് ഉണ്ടല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഗ്ലാസ് അതൊരു ഡേഞ്ചർ സോൺ തന്നെയാണ് ശരിക്കും ഗ്ലാസ് എടുക്കുമ്പോൾ. പക്ഷെ നമ്മളുടെ ഒബ്സർവേഷനിൽ അവരത് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആ ഒരു ഡേഞ്ചർ, ആ ഫ്രീഡം ടു എക്സ്പ്ലോർ ദ ഡേഞ്ചർ, ആ ഫ്രീഡം അവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം ടു ഡേഞ്ചർ എന്നുള്ള ഇതുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ ഗ്ലാസ് ഐറ്റംസ് ഉണ്ടാകും, കത്തി ഉണ്ടാകും, അതെല്ലാം യൂസ് ചെയ്യാൻ ഇവർ പഠിക്കണം എന്ന് പറയാം. പിന്നെ സ്റ്റൗ കത്തിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഫാന്റസി ഒന്നും ആയിരിക്കരുത് കുഞ്ഞുങ്ങൾക്ക് വരേണ്ടത്. ഇവർക്ക് എല്ലാം റിയാലിറ്റി ആയിരിക്കണം. ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ട് വരുമ്പോൾ റിയാലിറ്റി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് വരുള്ളൂ. അവരുടെ സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ആ ഒരു സെക്യൂരിറ്റി, കത്തി എടുത്താൽ എങ്ങനെ സൂക്ഷിക്കണം, സൂക്ഷിച്ചെങ്ങനെ ഉപയോഗിക്കണം, ആ ഒരു ഫീല്, ഗ്യാസ് കത്തിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി, അതെല്ലാം അവർക്ക് വരും. അങ്ങനെ ഇവർ എക്സ്പ്ലോർ ചെയ്യുവാണ് ആ ചുറ്റുപാടും, അതിന് പുറത്തുള്ള ലോകം, ഇന്റേണൽ എക്സ്റ്റേണൽ വേൾഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു പോകും. അങ്ങനെ അവർ ആക്റ്റീവ് ആകുന്നു. അവരുടെ ലൈഫിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നു. അവർ നല്ലൊരു ഗ്രേറ്റ്ഫുൾ ഒബ്സർവറും ആകും. ചുറ്റും നടക്കുന്ന എല്ലാം അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റിയൽ ഗ്ലാസസ് ആണ് യൂസ് ചെയ്യുന്നത്. ജ്യൂസ് ഉണ്ടാക്കി അത് കളക്ട് ചെയ്യാനും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ നൈസുമാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 പീസ് എന്തായാലും മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവിടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പീസേ ഉണ്ടാവുള്ളായിരിക്കും. 10 കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടികളും പേഷ്യന്റോട് കൂടി അവരുടെ ടേൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്, അവരുടെ ടേൺ ലൈം കട്ട് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കണം. അവരുടെ ടേൺ വരുന്നവരെ അവര് വെയിറ്റ് ചെയ്യും. അപ്പം അവരുടെ ടേൺ ആവുന്നവരെ ആ വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പഠിക്കും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടി ഡെവലപ്പ് ആകുന്നതിന് ഇതുപോലുള്ള നേച്ചറും അതുപോലെ തന്നെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻ എന്ന് പറഞ്ഞാൽ ഹീസ് ബിലോങ്സ് ടു നേച്ചർ.
അപ്പൊ പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്നു, പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് പോലെ തന്നെ നമ്മളെല്ലാം പഠിക്കുന്നത് നമ്മുടെ നേച്ചറിൽ നിന്നായിരിക്കണം. അതാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് നെസസറി ആയിട്ടുള്ളതാണ് ഈ എല്ലാം നേച്ചറിൽ നിന്ന് തന്നെ മനസ്സിലാകണം. അവന്റെ ബോഡി സ്പിരിറ്റും, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും മെന്റൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും എല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വരണം എന്നാണ് പറയാൻ മനസ്സോട് പറയാം. മറിയ മനസ്സോട് പറയുന്നത് കുട്ടികൾക്ക് തുടക്കം മുതലേ തന്നെ പ്ലാന്റ്, അനിമൽ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം അവർ. ഗിവൻ കോണ്ടാക്ട് ടു നേച്ചർ ത്രൂ ദി കെയർ ഓഫ് ദി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സ് ഓക്കെ, അനിമൽസ് നമ്മൾ അത്ര പ്രിഫർ ചെയ്യാറില്ല, പക്ഷെ എന്നാലും വീട്ടിൽ ചില പെറ്റിനെയൊക്കെ വളർത്തുന്നവരുണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ കാണാം കൂടുതലും ഡോഗ്സ് അല്ലേ. പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഡോഗും പപ്പി കുഞ്ഞും ഒരുമിച്ചൊക്കെ കിടന്നുറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. വീഡിയോസ്, കുട്ടിയെ നോക്കുന്നതും അങ്ങനെയുള്ള കഥകളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. നേച്ചറിൽ വരുന്ന 2 ലൈഫ് ഉള്ളതാണ് ഫ്ലോറയും ഫോണയും. ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ് ലൈഫും ഫോണ എന്ന് പറയുന്നത് അനിമൽ ലൈഫും. ഇത് രണ്ടുമായിട്ട് കുട്ടികൾ കണക്റ്റഡ് ആയിരിക്കണം ചെറുപ്പം മുതലേ എന്ന് പറയാം. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു കെയർ, അതിനോടുള്ള ഒരു എംപതി, ഒരു അഫെക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. കണ്ടിട്ടില്ലേ ചില കുട്ടികൾ ചില പ്രാണികളെയോ എന്തിനെങ്കിലുമൊക്കെ ചവിട്ടി അരയ്ക്കുന്നതും പൂച്ചയെ കണ്ട കല്ലെറിയുന്നതും അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു മൈൻഡ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവരെ ചെറുപ്പം തുടങ്ങി നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പ്ലാന്റ് ലൈഫും അനിമൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ചെടി വലിച്ച് പറിച്ചു കളയും, പിച്ച് കളയും, പൂ പറിച്ചു കളയും, അതൊക്കെ മാറും എന്നാണ് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്ത് ചെടി നടാൻ അവരെ ഇൻസ്പയർ ചെയ്യിക്കുക, മോട്ടിവേറ്റ് ചെയ്യിക്കുക, പൂക്കൾ ഉണ്ടാവുമ്പോൾ അവരത് കാണിച്ച് ഹാപ്പി ആക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും അവർക്കും ഒരു കണക്ഷൻ കിട്ടും. അപ്പൊ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എൻവയോൺമെന്റ്സ് അത് കുഞ്ഞിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിന്റെ. പിന്നെ അവിടെ വേറെയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ് കേട്ടോ. അത് മൈക്രോസ്കോപ്പ്, അങ്ങനെ ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സെഷൻ വേണം. സയൻസ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സയൻസ് ഏരിയയിൽ വരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, നെക്സ്റ്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. ഇപ്പം മറിയ മോണ്ടിസോറി പറയുന്നത് ഈ ഒരു എൻവയോൺമെന്റ് സിമ്പിൾ ആയിരിക്കണം. ഇതിനകത്ത് എല്ലാം നല്ല ഡിസൈനിലും നല്ല ക്വാളിറ്റിയിലും ഉള്ളതായിരിക്കണം. കളറ് നല്ല cheerful, കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആകുന്ന രീതിയിലുള്ള കളറുള്ളതായിരിക്കണം. പിന്നെ റൂമിന്റെ ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. റിലാക്സിങ്, വാം, കുട്ടികളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവർക്ക് അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം തോന്നണം. അതുപോലത്തെ ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് അടുത്തത് വരുന്നത്. എന്താണ് മോണ്ടിസോറി? മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുറെ പറഞ്ഞൂടെ. കുറെ മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കി, അതായത് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തു, പിന്നെ കളർ കാർഡ് ചെയ്തു, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, ഡ്രസ്സിംഗ് ഫ്രെയിംസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ പിങ്ക് ടവറിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ പല പല മെറ്റീരിയൽസും അതിൽ ചെയ്യുന്നതിൽ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു വെക്കാം കേട്ടോ. അറ്റ് ദ ടൈം ഓഫ് വൈവ അതൊന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് അറിയുന്നത് വെച്ചാൽ അത് പ്രസന്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി മോണ്ടിസോറി മെറ്റീരിയൽസ്. മോണ്ടിസോറി പറയുന്നത് ഓക്കെ എന്താണ് ഇനി മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ളതാണ് കുറച്ചുണ്ടായിട്ടുള്ളത്. യെസ്, ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ദ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അതിന്റെ മുന്നിലുള്ള ഭാഗം വരെയും ഒന്ന് ആരെങ്കിലും റീഡ് ചെയ്യാമോ? യെസ്. Montessori materials. Dr. Montessori detected through her studies the kinds of things children enjoy and hold their attention. This is the basis for creating fascinating self-correcting materials for children
to learn and explore. Children are introduced to materials in a careful presentation. A lesson is given slowly and precisely to the child. The child is able to observe carefully without disruption. These discernible steps are in order to increase understanding and success when the child uses the materials later. Points of interest are shown to attract the child's attention. Alternation and expansion are given to each lesson building upon fundamentals. Their aim is not an external one of teaching children skills or offering knowledge through correct usage. Rather, the aim is an internal one of assisting the child's self-construction and psychic development. The first essential for the child's development is concentration. He must find out how to concentrate, and for this, he needs things to concentrate upon. Indeed, it is just here that the importance of our schools really lies. They are places in which the child can find the kind of work that permits him to do this. The materials must aid the internal formation of the child. The material must coincide with the child's inner needs. This means that materials must be presented at the right moment of the child's development. Montessori suggested age levels for introducing each material to the child. However, the sensitive period for the introduction of the material must be determined by observation. മോണ്ടിസോറി മെറ്റീരിയൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. നേച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആണെങ്കിലും സൈക്കോളജിക്കൽ, അതിന് എന്താ പറയുക, ബുദ്ധിപരമായും മാനസികമായിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റിനും നേച്ചർ ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് മോണ്ടിസോറി പറഞ്ഞാൽ. മോണ്ടിസോറി ആ ഒരു എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം നേച്ചറും റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ എല്ലാം. ഈവൻ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ ആ ഏരിയ മുഴുവനും ആ ഒരു രീതിയിലാണ്. അവിടെ സിന്തറ്റിക്സിനും പ്ലാസ്റ്റിക്സിനും ഒന്നും സാധ്യതയില്ല, ചാൻസസ് ഇല്ല, അതിന്റെ പ്രസൻസേ അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ്, ഈ ഒരു എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു മെറ്റീരിയൽസിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു മെറ്റീരിയലിന് വളരെ ഇൻട്രസ്റ്റിംഗ്, ഫാസിനേറ്റിംഗ് ആ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നണോലെ അത് അവരുടെ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കണം. അവരുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് തോന്നണോ, ഇത് ഞാൻ ചെയ്തതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. വേറൊരാള് കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവന് സ്വയം അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് കൂടും. വേറൊരാള് നീ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും അവന്റെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് താഴെയല്ലേ ചെയ്യുന്നത്. സോ ഹി വിൽ ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഗുഡ്, ഐ എം ഗുഡ് ഫോർ നത്തിങ്, ആ ഒരു ഫീല് വരും. അതേസമയം തന്നെത്താൻ അത് ശരിയാക്കുമ്പോൾ നമുക്കും ആ ഒരു ഫീല് വരില്ലേ. എന്തെങ്കിലും വീട്ടില് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് കേടായി, നമ്മൾ പതുക്കെ ഓരോന്നോരോന്ന് ചെയ്ത് നമ്മളതൊന്ന് ശരിയാക്കി എടുത്തു കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു ഫീല് ഒരു കുഞ്ഞിനത് എത്രത്തോളം ഉണ്ടാവും. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്, അതാണ് അവർക്ക് അവിടെ പഠിക്കാനുള്ളത്. ടു ലേൺ ആൻഡ് ടു എക്സ്പ്ലോർ, അതിനുള്ളത്. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് വട്ടവർ ഇപ്പൊ അവർ ആദ്യമായിട്ട് മെറ്റീരിയൽസ് കാണുകയാണ്. ആദ്യം കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ എടുത്താൽ ചെയ്യാൻ അറിയില്ല. അവർക്ക് നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഡെമോ, ഇനീഷ്യലി അവർക്കത് ഡെമോ കൊടുക്കുന്നു, ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നു. അങ്ങനെ അവരെ ആ ഡെമോൺസ്ട്രേഷൻ അവർ കാണുന്നു, അത് അവരെ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അവർ തന്നെ ചെയ്യാൻ തുടങ്ങും. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാവണമെന്നില്ല, ബട്ട് ദേ നോ ഹൗ ടു ഡു ദിസ്. അത് കഴിഞ്ഞ് അവർ ചെയ്ത് അവർക്കത് ശരിയാകുന്നില്ല, നമ്മളിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ശരിയാകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നമ്മളെ നോക്കും. ദേ നീഡ് അവർ സപ്പോർട്ട്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ വിളിക്കും. അല്ലാതെ അവൻ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണെന്ന് കണ്ടുകൊണ്ട് ഓടിപ്പോയി സഹായിക്കല്ല വേണ്ടത്. അവനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ശരിയാകാതെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവന്റെ ബോഡി ലാംഗ്വേജ് ഡിമാൻഡ്സ് അസ്, നമ്മുടെ സപ്പോർട്ട് വേണം എന്ന് ഡിമാൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ അവര് വിളിക്കുമ്പോൾ സെയിം തന്നെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴും നമ്മളും ചെയ്യിക്കുന്നത്. എല്ലാം യുവർ ചോയ്സ്. നിങ്ങൾക്ക് പോയി തന്നെത്താനെ മെറ്റീരിയൽസ് ഇഷ്ടമുള്ളത് എടുക്കും.
ഫസ്റ്റ് നമ്മളത് ഡെമോ ചെയ്ത് കാണിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യാൻ പറയും. ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെ വിളിക്കും. അതായത് നമ്മൾ വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യുന്നു അങ്ങനെയുള്ള രീതിയല്ല. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യുന്നതും, നമ്മളൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകാൻ പോണവരാണല്ലോ, നമ്മൾ ചെയ്യുമ്പോഴും ആ കുട്ടിയെ പോലെ നമ്മുടെ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുവാണ്. ആ സമയത്ത് ഒരു കുട്ടി ചെയ്യുന്ന പോലെ നമ്മൾ ഇരുന്ന് ചെയ്യുവാണ്. സെയിം മെത്തേഡ് തന്നെയാണ് ഞങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ വിചാരിക്കണം. അങ്ങനെ സ്ലോലി പ്രിസൈസ്ലി പതുക്കെ പതുക്കെ ഓരോന്നിനെ കുറിച്ചുള്ള ആ ഒരു നോളജ് അവന്റെ ഉള്ളിലേക്ക് ചെയ്യുകയാണ്. കെയർഫുൾ ആയിട്ട് വിത്തൗട്ട് ഡിസ്ട്രപ്ഷൻ, തടസ്സങ്ങളും എന്തെങ്കിലും ചോദിക്കാൻ വരികയാണോ ഒരധികം? പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് പ്രാക്ടിക്കല് വേറെ ഒരു അവിടെ വന്നിട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അതെന്താ എങ്ങനെ ഉണ്ടാവുക? അത് നിങ്ങളുടെ മോഡ്യൂൾ 1 കഴിയുമ്പോഴാണ് പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. അത് നമ്മള് നിങ്ങളൊരു ഡേറ്റ് ഇൻഫോം ചെയ്യും. ഡേറ്റ് ഇൻഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വരും. അതിന് എന്തോ ഒരു ദിവസമാണോ ഉണ്ടാവുക? ഒരു ദിവസമേ ഉള്ളൂ. അതിനു മുൻപ് ഈ എല്ലാ മെറ്റീരിയൽസും ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഫെമിലറൈസേഷൻ ഓൺലൈനിലൂടെ ഉണ്ടാകും. ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റണമെന്നില്ലല്ലോ. അതിന് പറ്റിയ സാഹചര്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ഇതിന്റെ ക്ലാസ് തരും. ഓൺലൈനിൽ നമ്മളത് കാണാനൊക്കെ നമുക്ക് പറ്റും. നമ്മളത് എടുത്ത് നമുക്ക് കൈ കൊണ്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റണില്ലല്ലോ. നമുക്കത് കാണാന്നേ ഉള്ളൂ, ടീച്ചേഴ്സ് കാണിക്കത്ത് കാണാന്നേ ഉള്ളൂ. അതിന്റെ ഒരു ലിമിറ്റേഷൻസ് അവിടെയാണ്. നേരിട്ട് വരുമ്പോൾ ക്ലാരിറ്റി കിട്ടും. അതല്ല, അതെ എന്താണ് അറിയോ മിസ്സേ, ഇപ്പൊ ഇത് നമ്മള് എന്താ ഇന്റേൺഷിപ്പിന് ഓഗസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ. ഓക്കെ, അപ്പോ അതിന്റെ ഇടയിലത്തെ എക്സാമും ഇതൊക്കെ വരുമോന്ന് അറിയാൻ വേണ്ടി. മെയിൻ എക്സാം ഓഗസ്റ്റിലാണോ വരിക? മിക്കവാറും ഇതുവരെ എനിക്ക് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. നിങ്ങളുടെ രണ്ടാമത്തെ ടേം എക്സാം ഈ മാസം അവസാനാണല്ലോ, 27 ഒരു ഡേറ്റോ അങ്ങനെ എന്തോ അല്ലേ? ഓക്കെ, അപ്പൊ അപ്പോഴേക്കും നമ്മളുടെ ഈ മോഡ്യൂൾ 1 കഴിയും. മോഡ്യൂൾ 1 കഴിയുന്നതേ നമുക്ക് മെയിൻ എക്സാമിന്റെ ഷെഡ്യൂൾ അപ്പോഴേ വരുള്ളൂ. മോഡ്യൂൾ 1 കഴിയുന്നതിനനുസരിച്ച് മെയിൻ എക്സാമിന്റെ ഷെഡ്യൂൾ വരുള്ളൂ. അപ്പൊ മെയിൻ എക്സാമിന്റെ ഷെഡ്യൂൾ വന്നതിന് അപ്പൊ പ്രാക്ടിക്കലിന്റെ ഡേറ്റും കൂടെ നോക്കിയിട്ടായിരിക്കും മെയിൻ എക്സാമിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഒരു സാറ്റർഡേ ആയിരിക്കും വരും. എന്തോ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോവാ, കേൾക്കണില്ല ക്ലിയർ ആയിട്ട്. റേഞ്ചിന്റെ മഴയുണ്ട്, നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോന്ന് അറിയില്ല. എന്തായാലും ഒരു സാറ്റർഡേ ആയിരിക്കും പ്രാക്ടിക്കൽ സെഷൻ. വേറൊന്നുമല്ല, ബാക്കി ദിവസങ്ങളിലൊക്കെ നമുക്ക് വർക്കിംഗ് അല്ലേ, ക്ലാസ്സസ് ഉള്ളതല്ലേ. ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഒരു സാറ്റർഡേ ആവും. നമ്മുടെ ഓഫീസിലൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. ആകെ ഒരു സൺഡേ മാത്രമേ ഓഫീസ് സ്റ്റാഫിന് അവധിയുള്ളൂ. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? മഴയൊക്കെ അല്ലേ, അതായിരിക്കും. നമ്മള് പറയാം, ഡേറ്റ് കൺഫേം ആയിട്ട് പറയാം. പക്ഷെ ഡേറ്റ് എക്സാമിന്റെ ഡേറ്റ് കൺഫേം ചെയ്യാത്തതിന് കാരണം പോർഷൻ എന്ന് തീരും അറിഞ്ഞിട്ടേ മാം അതിന്റെ ഷെഡ്യൂൾ ഇടുള്ളൂ. അത് മിക്കവാറും നമുക്ക് ഈ മന്ത് എൻഡില് പോർഷൻ തീരും. മന്ത് എൻഡില് തീരും. അപ്പൊ അതിനനുസരിച്ച് എക്സാമിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് വരും. എനിക്ക് ഇതുവരെ ഡേറ്റ് കൺഫേം ആയിട്ട് അറിയില്ല, കാരണം ഞാൻ പോർഷൻ തീർക്കാതെ ഡേറ്റ് ഇട്ടില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എക്സാമിന്റെ ഡേറ്റിനെ പറ്റി ഒരു കൺഫർമേഷൻ ഇപ്പൊ പറയാം. പ്രശ്നം ഇന്റേൺഷിപ്പിന് ഓഗസ്റ്റിലേക്ക് പോവാൻ വഴിയില്ല, കാരണം നമുക്ക് പോർഷൻ തീരാറായല്ലോ. പിന്നെ പി ജിയുടെ ക്ലാസ് അല്ലേ ഉള്ളൂ. പി ജിയുടെ ക്ലാസ്സും കൂടെ പി ജി ഉള്ളവർക്ക് പി ജിയുടെ ക്ലാസ്സും കൂടെ തീർന്നു കഴിയുമ്പോഴേക്കും ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? എക്സാം കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കണേ. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഓഗസ്റ്റിലേക്ക് എക്സാം പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മെറ്റീരിയൽസിനെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്. സോ ഒരു കാര്യം ചെയ്യാം. അപ്പൊ മെറ്റീരിയല് കുട്ടിക്ക് തന്നെ ചെയ്യാനും പറ്റണം. അതിന്റെ എറർ വരുന്നത് അവന് തന്നെ സെൽഫായിട്ട് കറക്റ്റ് ചെയ്യാനും പറ്റണം. ആ രീതിയിലാണ് മെറ്റീരിയലിന്റെ ഡിസൈൻ.
അഥവാ അവനത് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ സപ്പോർട്ട് അവൻ ചോദിക്കുക. കോൺസെൻട്രേഷൻ, അപ്പൊ അവനൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിലൂടെ അവന് കിട്ടുന്നതാണ് കോൺസെൻട്രേഷൻ കിട്ടും. തന്നെ താനിരുന്ന് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു മിണ്ടാതെ കുറെ നേരം ഇരുന്ന് തന്നെ അടങ്ങിയിരുന്ന് ചെയ്യുമല്ലേ. സോ സെൽഫ് ഡിസിപ്ലിൻ ഇതെല്ലാം തന്നെ ജനറേറ്റ് ചെയ്യുവാണ്. ആ ഒരു കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, സെൽഫ് ഡിസിപ്ലിൻ ഇതെല്ലാം കുട്ടികളിൽ തന്നെ ജനറേറ്റ് ചെയ്ത് വരും. കുട്ടിയുടെ റൈറ്റ് മൊമെന്റ് ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചായിരിക്കും അവൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നതും എല്ലാം മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുന്നു. കുട്ടിയുടെ ഈ ഒരു സെൻസിറ്റീവ് പീരീഡില് ഓരോ മെറ്റീരിയൽസും അവന് കൊടുക്കുമ്പോൾ അവൻ വളരെ പെട്ടെന്ന് ആ ഓരോ ആക്ടിവിറ്റിയിലൂടെ അവന്റെ പല ഡെവലപ്മെന്റ് നടക്കും. ഒന്നുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു യൂണിറ്റ് ഉണ്ട് എന്നാലും തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ എന്നാ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ടിന്റെ ആരെങ്കിലും ഉണ്ടോ? ഈ ലെസണൊക്കെ എക്സാമിന് ഉണ്ടാവില്ലേ? എനിക്ക് രണ്ടുപേര് ചോദിച്ചപ്പോ ക്ലിയർ ആയില്ല, എന്താ പറഞ്ഞേ? മിസ് 100 മാർക്കിന്റെ ഒരു അസൈൻമെന്റ് ഇട്ടില്ലായിരുന്നോ? യെസ് യെസ്, അത് പറഞ്ഞില്ലല്ലോ നമ്മളോട്. പറഞ്ഞില്ലായിരുന്നല്ലേ? അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ, കാരണം അത് കുറച്ചുണ്ടല്ലോ, 10 ക്വസ്റ്റ്യൻസ് ഇല്ലേ. അത് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മതി. എഴുതാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിനകത്ത്? 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, അത് വേണമെങ്കിൽ എഴുതി വെച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അതിനകത്ത് വേൾഡ് ഫേമസ്, അത് ഷെയർ ചെയ്തില്ലേ? ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തില്ലേ? ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കും. വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 പേരായിരുന്നു. മറിയ മോണ്ടിസോറി അതിനകത്ത് ഒരാളായിട്ട് എന്തായാലും വേണം. ബാക്കി നിങ്ങൾക്ക് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ആനി സിലവൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇതൊക്കെ വരുമല്ലോ ടീച്ചേഴ്സ് ആയിട്ട്. എന്തായാലും ഒരാളും മറിയ മോണ്ടിസോറി ആയിരിക്കണം, അത് മാത്രം നോക്കാം. പിന്നെ മറ്റേത് 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സ്, പ്രീ സ്കൂളോ സ്കൂളിലെയോ നിങ്ങൾക്ക് പേഴ്സണലി വളരെ അടുത്തുള്ള, നമ്മളെ പഠിപ്പിച്ചതോ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതോ വളരെ ഇഷ്ടം തോന്നിയ 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ പറ്റി അതും എഴുതാലോ. നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീ സ്കൂൾ സ്കൂളിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ടീച്ചിങ് പ്രാക്ടീസ് പോയവർക്ക് എളുപ്പമായിരിക്കും. ഈ പോകാത്തവര് നമ്മുടെ മക്കള് പഠിക്കുന്നതോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സ്കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ടൈം ടേബിൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെ 3 ടൈം ടേബിൾ, അതായത് കുട്ടികളുടെ ടൈം ടേബിൾ, ടീച്ചർമാരുടെ ടൈം ടേബിൾ, പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ. കുട്ടികളുടെ ടൈം ടേബിൾ അറിയാലോ, പ്രീ സ്കൂൾ കുട്ടികളുടെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ പ്രീ സ്കൂൾ മാത്രമുള്ള സ്കൂൾ എന്ന് വിചാരിക്കുക, LKG UKG മാത്രമേ ഉള്ളൂ. അവിടെ കുട്ടികളുടെ ടൈം ടേബിൾ, ടീച്ചർമാരുടെ ടൈം ടേബിൾ, ഓരോ ടീച്ചറും ഏത് ക്ലാസ്സിലാണ് പോകുന്നതെന്നുള്ള കുട്ടികളുടെ ടൈം ടേബിളിൽ അവരുടെ സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ. ടീച്ചർമാരുടെ ടൈം ടേബിളിൽ അവർ ഏത് ക്ലാസ്സിലാണ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, പ്രിൻസിപ്പളിന്റെ ടൈം ടേബിളിൽ എന്തായിരിക്കും, ഓരോ ക്ലാസ്സിലും ഏത് ടീച്ചറാന്നുള്ളത്. മനസ്സിലായോ? ടൈം ടേബിളിലെ സബ്ജക്ട്, ടീച്ചറുടെ ടൈം ടേബിളിൽ ഏത് ക്ലാസ്സിലാണ് പോകുന്നത്. ഞാൻ മറ്റുള്ള അസൈൻമെന്റ് ഒക്കെ നമ്മൾ A4 പേപ്പറിലായിരുന്നു ചെയ്തിരുന്നത്. ഇത് നോട്ട്ബുക്ക് ചെയ്യേണ്ടി വരും. ഇതൊരു കൊച്ചു നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ മതി. 80 പേജ്, 80 പേജ്, ഏറ്റവും കുറവ് പേജ് വാങ്ങിക്കുക. ഫുൾ അതിനകത്ത് പേപ്പറിൽ ചെയ്ത പ്രശ്നമുണ്ടോ? പേപ്പറിൽ ചെയ്ത പ്രശ്നമില്ല. നിങ്ങൾ അത് സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പേപ്പർ ലൂസ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പൊ പറ്റുന്ന അത് എഴുതി വെക്കുക. ബാക്കി അടുത്ത ക്ലാസ് തുടങ്ങുമ്പോ തന്നെ എന്നെ ഓർപ്പിക്കുക. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മിസ്സേ, ഒരു ഡൗട്ട് ഉണ്ട് മിസ്സേ. ഈ പിങ്ക് ടവർ ഉണ്ടല്ലോ, അത് വുഡ് കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ? നമുക്ക് വുഡ് കൊണ്ട് ചെയ്യാനുള്ള മാർഗം കുറവല്ലേ, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കാർപ്പൻട്രി ഷോപ്പൊക്കെ സ്വന്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള നമ്മൾ പറഞ്ഞാൽ ചെയ്തു തരുന്നൊക്കെ ഉള്ളവരാണെങ്കിലല്ലേ അവരുടെ വേസ്റ്റ് പീസ് കൊണ്ട് അവർ ചെയ്യുള്ളൂ. അങ്ങനെ ആരെങ്കിലും ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആകെ ചെലവ് അതിലടിക്കുന്ന വാർണിഷും പിങ്ക് പെയിന്റും മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കിയൊക്കെ ചെയ്ത് കിട്ടും എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു റിപ്ലിക്ക ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കലേ നിവർത്തിയുള്ളൂ. നിങ്ങൾക്ക് അതിങ്ങനെ കട്ടിയായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്താൽ മതി. ആ ബോക്സിന്റെ ഉള്ളിലേ അത് നല്ലപോലെ സ്റ്റിക്ക് ചെയ്താൽ
ഇപ്പൊ വേസ്റ്റ് മെറ്റീരിയൽ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 10 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ അങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടണ്ടേ? അപ്പൊ നല്ല കോസ്റ്റ്ലി ആവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ കണക്ഷൻ ഉള്ള ആരെങ്കിലും ആവണം. എന്റെ വീട്ടിലിങ്ങനെ കാർപ്പൻട്രി ചെയ്യുന്ന ഫാദർ ഇൻ ലോ ഉണ്ടായിരുന്നു. ആള് ചെയ്തു കൊടുത്തു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും 10 സെന്റിമീറ്റർ മാത്രം ഫ്രെയിം പോലെ ചെയ്തു. അതായത് വെയിറ്റ് കൂടുന്നു വിചാരിച്ചിട്ട് എല്ലാ ഫേസസും കൂടെ ജോയിൻ ചെയ്ത് ഉള്ളിൽ എന്തോ വെയിറ്റ് കുറഞ്ഞ എന്തോ മെറ്റീരിയൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു. അത് മാത്രം സോളിഡ് അല്ല, ബാക്കിയെല്ലാം സോളിഡ് ആയിരുന്നു. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ മിസ്. താങ്ക് യു മിസ്.